അങ്ങനെ ഇന്ന് സൺഡേ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാ സൺഡേയും ബീഫ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് കൂട്ടാത്തതുകൊണ്ട് അങ്ങനെ ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതലും ഉണ്ടാക്കുന്നത് ഇതേപോലെ ചിക്കൻ 65 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു എന്തോരമാണ് ചിക്കൻ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചിക്കൻ എടുക്കാം. അതിലോട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചിക്കൻ മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ മെയിൻ എരിവ് ഈ പച്ചമുളകിൻ്റെ എരിവാണ്. അപ്പോൾ 3-4 പച്ചമുളക് എടുത്തോ. ഒരു മുട്ട, നമുക്ക് ആവശ്യത്തിന് കോൺഫ്ലവറും ഉപ്പും പിന്നെ നമുക്ക് കളർ വേണമെങ്കിൽ കുറച്ച് റെഡ് കളറും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ മിക്സ് ആക്കൽ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നേരിട്ട് കാണുമ്പോൾ ഇത്ര കളറൊന്നും ഇല്ല. പിന്നെ ഈ ക്യാമറയുടെ ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും കളർ തോന്നിക്കുന്നത്. അങ്ങനെ നമുക്കിത് മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് എപ്പോഴാണോ ചിക്കൻ ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് എടുത്ത് പൊരിച്ചാൽ മാത്രം മതി. ഇത് എത്രത്തോളം നേരം ഫ്രിഡ്ജിൽ ഇരിക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ നമുക്ക് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനൊക്കെ നല്ല ഇതായി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് നല്ലപോലെ ഈ കരിവേപ്പിലേൻ്റെ ഫ്ലേവറും കൂടെ വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയമാകുമ്പോൾ വെച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡൊന്ന് മൂക്കുമ്പോൾ നമുക്ക് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡിയാകും. ചിക്കൻ ഇതുപോലെ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. കറക്റ്റ് പാകം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.